വാട്ട്സപ്പ് യൂട്യൂബ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഈ വീഡിയോ ആക്ച്വലി എൻ്റെ വണ്ടിയുടെ ഒരു ആഫ്റ്റർ ക്വാറന്റൈൻ നിങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ വണ്ടി ഇത്രയും ദിവസങ്ങളായിട്ട് വെറുതെ ഇരിക്കുന്ന വണ്ടികളാണെങ്കിൽ അതിനെന്തെങ്കിലും പ്രോബ്ലംസ്, അതായത് എന്തെങ്കിലും വെറുതെ ഇരിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ എൻ്റെ വണ്ടി ഒന്ന് വാഷ് ചെയ്ത് റെഡിയാക്കുക. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ടോപ്പിക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമ്മളത് പഴയ പോലെ തിരിച്ച് എടുത്തിടാം. രണ്ട് സൈഡും അതേപോലെ ചെക്ക് ചെയ്യുക. ഈ സൈഡ് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡും കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നു. ഓയിലായിട്ടൊന്നുമില്ല, ജസ്റ്റ് അഴുക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഡസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇനി വാഷ് ചെയ്യാൻ നേരത്തെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഊരിയിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ നോക്കേണ്ട മെയിൻ റീസൺ എയർ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാം. എയർ പ്രഷർ നമുക്ക് ജസ്റ്റ് ചവിട്ടി നോക്കാം. എയർ പ്രഷറിൽ വ്യത്യാസം ഉണ്ടാവും. അതിപ്പോൾ വെറുതെ ഇരിക്കുന്ന വണ്ടി ഏതായാലും എയർ പ്രഷറിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ബാക്ക് സസ്പെൻഷനിൽ നോയ്സ് ഉണ്ടാകുന്ന ചെക്ക് ചെയ്യുക. നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ നോയ്സും കാര്യങ്ങളൊന്നുമില്ല, റെഗുലറായിട്ട് എടുക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ചെയിൻ ഡ്രൈ ആയിട്ടുണ്ടാകുന്ന നോക്കണം. ചെയിൻ ഡ്രൈ ഒന്നും ആയിട്ടില്ല. പിന്നെ മെയിനായിട്ട് നോക്കേണ്ട റസ്റ്റ് വന്നിട്ടുണ്ടാകുന്നു. നമ്മുടെ എക്സ്പൾസ് പോലത്തെ വണ്ടികൾക്കൊക്കെ വന്നത് മെയിൻ പ്രോബ്ലം ഈ സ്പോക്ക് വീൽസിൽ റസ്റ്റ് വരും. പിന്നെ ഈ ഒരു പോർഷനിൽ റസ്റ്റ് വരാറുണ്ട്. ഈ ഒരു പോർഷനിൽ റസ്റ്റ് വരാറുണ്ട്. പിന്നെ ബോൾട്ടും കാര്യങ്ങളിലൊക്കെ റസ്റ്റ് വരാറുണ്ട്. ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് പ്രത്യേകിച്ച് റസ്റ്റ് പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല. ഒരു സെക്കൻഡ്. അപ്പോൾ അതാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ചെക്ക് ചെയ്യേണ്ട മെയിനായിട്ടുള്ള ചെറിയ ചെറിയ കംപ്ലയിൻറ്റ്സ് വരുന്നത്. ജസ്റ്റ് എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. അടുത്തത് ചെക്ക് ചെയ്യേണ്ടത് ഈ വണ്ടിയുടെ എൻജിനിൽ നിന്ന് വല്ല ലീക്കോ ഓയിൽ ലീക്കോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയണം. ജസ്റ്റ് അതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ലോക്ക്ഡൗൺ പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ വണ്ടി ഒന്ന് വാഷ് ചെയ്ത് കുട്ടപ്പനൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ നേരെ അതിലേക്ക് കിടക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണാം, വണ്ടിയിൽ മൊത്തം അഴുക്ക് പിടിച്ചിരിക്കണതാണ്. വേറെ ടാങ്കും സൈഡും എല്ലായിടത്തും കഴിഞ്ഞ ദിവസത്തെ മഴയുടെ ചെളിപ്പാടാണ് ഈ കാണുന്നത് കേട്ടോ. മഴ പെയ്തിട്ട് പൊടിയും മഴയും കൂടി ഒരുമിച്ച് ഇരുന്നിട്ടുള്ളൊരു സംഭവമില്ലേ, ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി കുട്ടപ്പനാക്കി പഴയ പോലെ റെഡിയാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് നേരെ കിടക്കാം.
വണ്ടി അവിടെ റെസ്റ്റ് ഉണ്ട്. അപ്പോൾ നിലവിൽ റെസ്റ്റുള്ള സ്ഥലമൊക്കെ ഞാൻ നൈസായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റിങ് ഈ വെറുതെ ഇരിക്കണ പീരീഡിൽ എങ്ങനെ വന്നാലും സംഭവിക്കും. അപ്പോൾ എപ്പോഴും വണ്ടി തുടച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഈ വക പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ വണ്ടിയുടെ മെയിനായിട്ട് അഴുക്ക് വരുന്ന സ്ഥലമാണ് അണ്ടർബെല്ലി. അപ്പോൾ അണ്ടർബെല്ലിയുടെ അവിടെ നമ്മൾ നല്ല രീതിക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ അവിടുത്തെ അഴുക്ക് നമ്മൾ എത്ര വാഷ് ചെയ്താലും കുറച്ചെങ്കിലും ബാക്കിയുണ്ടാവും. അപ്പോൾ തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചാൽ അത്രയും കുറയും. അപ്പോൾ ക്രാഷ് കാർഡൊക്കെ എപ്പോഴും തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കുക. ക്രാഷ് കാർഡൊന്നും തുറക്കേണ്ട ആവശ്യമില്ല, പക്ഷേ നമ്മൊരു വണ്ടിയാകുമ്പോൾ പക്ക നീറ്റായിട്ട് കീപ്പ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയിൻ ലൂബ് ചെയ്യുന്നില്ല, കാരണം ചെയിൻ ലൂബ് ഞാൻ എൻ്റെ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഞാൻ ചെയ്യുള്ളൂ. ഇപ്പോൾ അടുത്ത ദിവസം എന്തായാലും സർവീസ് സെൻറ്ററിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തായാലും ചെയ്യും. അപ്പോൾ നേരെ കംപ്ലീറ്റ് ഇപ്പോൾ തുടച്ച് കഴിഞ്ഞു. ഇവിടെയൊക്കെ കുറച്ച് വെള്ളം ബാക്കി നിൽപ്പുണ്ട്. നമ്പർ പ്ലേറ്റിൽ അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റും ലൈക്കൊക്കെ വന്നാൽ നമ്മുടെ ചാനലൊന്ന് അടിപൊളിയാവുള്ളൂ. ഇതുപോലെ എക്സ്പൾസ് ബൈക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഇനി ചെയ്യുന്നതായിരിക്കും. ടിൽ നെക്സ്റ്റ് വീഡിയോ, സീ യു അഗെയിൻ, ബൈ.